അവിടെ അധികം എത്ര വർഷം വർക്ക് ചെയ്തതായിരിക്കും? അതവിടെ പിന്നെ ഏകദേശം ഒരു 3 to 4 years ഉണ്ടാവും തോന്നുന്നു മാക്സിമം. അത് വിട്ട് പിന്നെ വേറെ ജോലി അല്ല, അത് വിട്ട് ഞങ്ങൾ വേറെ പിന്നെ ഈ പിന്നെ ഈ പിന്നെ അൽക്കലഫ് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിങ് കമ്പനി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഫുഡിൻ്റെ പിന്നെ കാര്യമായിട്ട് ഫുഡ് എക്സ്പോർട്ടേഴ്സിൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് കാലം ജോലി ചെയ്തു. അവിടുത്തെ പിന്നെ സെയിൽസ് മാനേജറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ആ സമയത്താണ് നമ്മളെ ബിസിനസ് ഞങ്ങളിങ്ങനെ അതിൻ്റെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് തന്നെ ബിസിനസ് ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അതിൻ്റെ ഡെവലപ്പ് അനുസരിച്ചിട്ട് പിന്നെ നമ്മൾ ആരെങ്കിലും ഒരാളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വന്നു. അങ്ങനെ ഞാൻ അതിന്ന് ഈ പിന്നെ ജോലിയിൽ നിന്ന് മാറി നമ്മളെ പിന്നെ ഈ ബിസിനസ്സിലേക്ക് വന്നു. ഏറെ താമസിയാതെ പിന്നെ എൻ്റെ അല്ലെങ്കിൽ ഉസ്മാൻ സാഹിബും ജോലി അവിടെ നിന്ന് നിർത്തിവെച്ചിട്ട് ഇതിലേക്ക് വന്നു. ഞങ്ങൾ പരിപൂർണമായിട്ടും 24 hours ഇതിലേക്ക് ശ്രമിച്ചു. ഇത് ഞങ്ങൾ ചെയ്ത് ശ്രമിക്കുന്ന കാലത്ത് നമ്മൾ തുടങ്ങുന്ന സമയത്തൊന്നും ഇവിടെ മറ്റൊരു റെൻ്റ് എ കാർ കമ്പനി എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ദിസ് ഈസ് ദ ഫസ്റ്റ് കമ്പനിയാണിത്. കാരണം നമ്മളെ പിന്നെ ആ സമയത്ത് കുറച്ച് പലരും നമ്മളെ ഈ റെൻ്റൽ കമ്പനീസും അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. ഇതിങ്ങനെ ഒരു ആക്സിഡൻ്റലായിട്ട് ഒരു പിന്നെ ഒരു ഓഫർ പിന്നെ നമുക്ക് വന്നു, ഒരു റിക്വസ്റ്റ് വന്നു. ആ റിക്വസ്റ്റിൻ്റെ മേലിൽ നമ്മളതിനെ പറ്റിയിട്ട് ആലോചിച്ചു. എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഓട്ടോമൊബൈലിനെ സംബന്ധിച്ചൊന്നും വലിയ പരിചയമൊന്നും ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇങ്ങേർക്കാണ്, എൻ്റെ അലിയൻ ഉസ്മാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് അത് ഒരു ചെറിയ നിലയ്ക്ക്, വളരെ ചെറിയ നിലയ്ക്കുള്ള ഒരു ആരംഭമാണ് ആദ്യം തന്നെ തുടങ്ങിയത്. അന്ന് ഈ പേര് തന്നെയായിരുന്നു? അല്ല, അന്ന് പേരില്ല. അതേ പറഞ്ഞത് 971 ആകുമ്പോഴത്തന്നെ പേര് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം ഞങ്ങൾക്ക് വന്നിട്ടില്ല. കാരണം വെച്ചാൽ അതിന് ശേഷം എത്രയോ പിന്നെ കമ്പനീസ് ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ അതിനിടയ്ക്ക് ചോദിച്ചത്, ആദ്യം തുടങ്ങിയപ്പോൾ എത്ര കാർ ഉണ്ടായിരുന്നു? ഞങ്ങൾ തുടങ്ങിയത് ആദ്യം റെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കാറും വെച്ചിട്ടാണ് തുടങ്ങിയത്. റെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കാറും വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് അല്ല, റെൻ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു കാറ് ഞങ്ങൾ റെൻ്റ് ചെയ്തു. എന്നിട്ട് റെൻ്റ് ചെയ്തിട്ട് അത് റെൻ്റ് ചെയ്തു. ഇവിടെ ഒരു പിന്നെ ആദ്യമായിട്ട് ഒരു ഇറ്റാലിയൻ കമ്പനി വരികയാണ് ഇവിടുത്തെ പിന്നെ ഓയിൽ സ്റ്റോറേജ് ടാങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ദോഹയിലല്ല, ഒംസൈദിലായിരുന്നു. അപ്പോൾ അവർക്ക് പിന്നെ അന്ന് ഈ പറഞ്ഞ അതിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഈവൻ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇത്തരം തരത്തിലുള്ള റോഡ് തന്നെയല്ല, ഒരു പിന്നെ ടാർ റോഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫോം ചെയ്തിട്ടുള്ള ഒരു റോഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഇവർ വന്ന് പിന്നെ നമ്മളൊരു ഫ്രണ്ട് വഴിക്ക് അവിടെ ഒന്ന് അന്വേഷിച്ചവർ. അപ്പോൾ അയാൾ ഞങ്ങളെ വിളിച്ചു, ഇങ്ങനെ വണ്ടി എടുക്കണമെന്ന്. അപ്പോൾ അന്ന് പറഞ്ഞാൽ തന്നെ ഒരു പിന്നെ സെക്കൻഡ് ഹാൻഡ് നല്ല വലിയ പുതിയ വണ്ടിയല്ല, ഒരു ഹോൾസെയിൽ വണ്ടി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ആ വണ്ടി നമ്മൾ പിന്നെ അവർക്ക് ഒരു പരീക്ഷണാർത്ഥം വാടകയ്ക്ക് കൊടുത്തു. പിന്നീടും റിക്വയർമെൻറ്റ് വന്നു. അപ്പോൾ അതിൻ്റെ സമയത്ത് അഡീഷണലായിട്ട് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചു വണ്ടി വാങ്ങിച്ചു. അങ്ങനെ പിന്നെ അത് അന്നൊന്നും റെസ്ട്രിക്ഷനില്ല. ഇവിടെ ഒരാളുടെ പേരിൽ എത്ര വണ്ടി വേണമെങ്കിലുമൊക്കെ വാങ്ങിക്കാം. അന്ന് റെസ്ട്രിക്ഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴാണ് പിന്നെ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള നിലപാട് വന്നത്. അങ്ങനെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് രണ്ടുപേരും ജോലി വേണ്ട വെച്ച് ഞങ്ങൾ ആദ്യം ഞാൻ രംഗത്ത് വന്നു, പിന്നീട് അദ്ദേഹം വന്നു. ഞങ്ങൾ രണ്ടുപേരും രാവും പകലും ഇല്ലാത്ത നിലക്ക് ഇത് ഈവൻ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഇത് പിന്നെ വണ്ടി ക്ലീൻ ചെയ്യലും വണ്ടി തുടക്കലും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അതൊന്നും വലിയൊരു മുഷിപ്പായിട്ട് ഇന്നും തോന്നുന്നില്ല. അതൊരു പിന്നെ ഒരു തുടക്കമാണത്. അപ്പോൾ അതായിരിക്കും അത്. ഇപ്പോൾ എല്ലാവരും ഇല്ലല്ലോ ദൈവാനുഗ്രഹം. അപ്പം നമ്മൾ പിന്നെ ആ സമയത്ത് നമ്മൾ കസാലയിൽ ഇരുന്നിട്ട് മറ്റുള്ളവർ കൂടെ തുടക്കാൻ നമ്മൾ പറയിച്ചിട്ടില്ല, നമ്മൾ തന്നെയാണ് അത് ചെയ്യുന്നത്. വെച്ചാൽ അന്നൊന്നും അതിനുള്ള ഒരാളെ വെച്ചിട്ടുള്ള കപ്പാസിറ്റി കൂടെ ഇത് പിന്നെ നിർവഹിച്ച് പോകാനുള്ള വരുമാനമൊന്നും ആയിട്ടില്ല. അപ്പം ഞങ്ങളത് പരീക്ഷണാർത്ഥം ഇതും അതിൽ കൂടെ മറ്റുള്ള ചില സൈഡ് ബിസിനസ്സുകളുണ്ട്. പിന്നെ ഈ വീടുകൾ എടുത്ത് വാടകയ്ക്ക് കൊടുക്കുക,
അങ്ങനെയുള്ള ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ഞങ്ങൾ പ്രവേശിച്ചു. 43 വർഷക്കാലത്തെ ഡെവലപ്മെൻ്റാണ് ശരിക്കും. അതെ അല്ലേ? അതെ. അതിനിപ്പോൾ അതുമാത്രമല്ല, ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ ബാക്കപ്പ് സർവീസ് മുഴുവൻ ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പിന്നെ വെൽ എക്യുപ്ഡ് വർക്ക്ഷോപ്പ് ഞങ്ങൾ വക്രയിൽ ഉണ്ടത്. അത് പിന്നെ അല്ല, ഞങ്ങളെ വണ്ടികളൊക്കെ മെയിൻ്റനൻസ് ചെയ്ത് അവിടെയാണ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വണ്ടി ചെയ്യേണ്ട ആവശ്യം നമ്മുടെ വണ്ടി തന്നെ ചെയ്യും. നമ്മുടെ വണ്ടി തന്നെ ഉണ്ട്, ഇഷ്ടംപോലെ ചെയ്യാനുണ്ടല്ലോ. അതുകൂടാതെ പുറത്തെ വണ്ടികളും നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു വെൽ എക്യുപ്ഡ് ആണ്. നമ്മളൊരു പിന്നെ അങ്ങനെയുള്ളൊരു അത് കണ്ടവർക്കേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതെല്ലാം അവിടെ ഉണ്ട്. ഇവിടെ ഏത് വർഷം തൊട്ട് കുടുംബമായിട്ട് ഫാമിലിയായിട്ട് വരുന്നത്? ഇവിടെ ഞാൻ കുടുംബമായിട്ട് വരുന്നത് 70 കാലഘട്ടത്തിലാണ്. എത്ര മക്കളാണുള്ളത്? എനിക്ക് 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ്. മക്കളെ കുറിച്ചൊന്ന് പറയാം. എന്ത് ചെയ്യുന്നു? എൻ്റെ മൂത്ത മകൻ പിന്നെ ഡോക്ടറാണ്. അദ്ദേഹം ബോൺ ആൻഡ് ബോട്ടപ്പ് എല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് 12ാം ക്ലാസ് വരെ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ പോയുള്ളത്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഈ കുട്ടികൾ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ എൻ്റെ മകന് ഉസ്മാൻക്കാടെ മകൻ, അവരൊക്കെ പിന്നെ ഉസ്മാൻക്കാടെ മകന് 3 വയസ്സ്, എൻ്റെ മകന് 2.5 വയസ്സ്, ഒരു 1/2 വയസ്സിൻ്റെ ഒക്കെ വ്യത്യാസമുണ്ട്. ആ സമയത്തിലൊക്കെ നമുക്ക് ഇവിടെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമില്ല. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഇന്ത്യൻ കുട്ടികൾക്ക് പിന്നെ നമ്മളെ ഇന്ത്യൻ കരിക്കുലം അനുസരിച്ചിട്ട് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു ചുറ്റുപാടും ആ സമയത്തില്ല ഇവിടെ. അപ്പോൾ ഞങ്ങൾ നമ്മളെ കുട്ടികളെ എവിടെ ചേർക്കും, എന്ത് ചെയ്യും, ഇവരെ വലുതായാലും എങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ സാധാരണഗതിയിൽ ഇവിടെയൊക്കെ അന്നത്തെ പാരൻസൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അധികം വന്ന് പാരൻസൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ഈ QP-യിലും അങ്ങനെയുള്ള വലിയ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ മക്കളൊക്കെ അവർ നാട്ടിലേക്ക് പിന്നെ അയക്കും. എന്നിട്ട് ഈ രക്ഷിതാക്കളുടെ യാതൊരു ഇത് ശുശ്രൂഷയോ കാര്യങ്ങളോ അറ്റൻഷനൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ വലുതാവും, പിന്നെ ഡാഡി മമ്മി എന്ന് പറയുന്നൊരു ബന്ധമല്ലാതെ മറ്റുള്ള ഈ മെറ്റേണൽ ആയിട്ടുള്ള ഒരു ബന്ധം അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ കുറേ ആലോചിച്ചിട്ട് എങ്ങനെ എന്താണെന്നൊരു പ്രതിവിധി എന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഒരു സ്കൂളിനെ പറ്റി ആലോചിച്ചതും. അങ്ങനെയുള്ള ആദ്യമായിട്ട് സ്കൂള് പിന്നെ വന്ന സ്കൂളാണ് MES ഇന്ത്യൻ സ്കൂൾ.